എപ്പോഴും കൂടുതലായിരിക്കണം. എന്താണ്? ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടാവുന്ന കാര്യം എന്താണ്? മഹത്വമാണ്. അപ്പം അത് എപ്പോഴും നീ മഹത്വം അന്വേഷിക്കണം. കാര്യം 6 ദിവസമല്ലേ ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പം നമ്മളെന്തുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണത്തിൽ നമ്മൾ 6 കൽപ്പനയൊക്കെ വെച്ചിരിക്കണത്? എന്താണ്? അപ്പം ദൈവം മഹത്വപ്പെടാൻ പോകുന്ന ആ മഹത്വത്തിൻ്റെ തന്നെ വേറെ രൂപമാണ് വെള്ളം. മേഘത്തിൻ്റെ വേറെ രൂപമല്ലേ വെള്ളം. മേഘത്തിൻ്റെ തന്നെ ദ്രാവക രൂപമാണ് വെള്ളം. അതാണ് കാനായിലെ കല്യാണത്തിലെ 6 കൽപ്പരണികളെ. ഇത് ഏതാണ്? 6 ദിവസം ദൈവം വെള്ളമായിട്ട് മേഘമായിട്ട് മഹത്വത്തിൻ്റെ മലയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഏകജാതം സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത്. എന്താണ്? മറിയമാ ശരിക്കും. അതാണ് മറിയത്തെ നമ്മൾ മഹത്വത്തിൻ്റെ മാധ്യസ്ഥ എന്ന് വിളിക്കുന്നത്. മറിയം ചില്ലറ പുള്ളിയല്ല, നമ്മൾ പറയണ ആളൊന്നുമില്ല. പക്ഷെ മഹത്വത്തിൻ്റെ മാധ്യസ്ഥം. അന്ന് വരെ മോശത്തിൻ്റെ കാലത്ത് ഒരു മഹത്വത്തിന് മാധ്യസ്ഥമില്ലായിരുന്നു. മറിയത്തിൻ്റെ കാലം വന്നപ്പോഴാണ് മഹത്വത്തിന് മാധ്യസ്ഥം വന്നത്. യോഹന്നാൻ 2:11. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പൊ ഇത് ഈ അത്ഭുതം മഹത്വം വെളിപ്പെടുത്തി. ഏത് മഹത്വമാണ് വെളിപ്പെട്ടിരിക്കണെന്ന് അറിയാവോ? അത് പുറപ്പാട് 24:16 മഹത്വമാണ്. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മഹത്വത്തിന്റെ 6 ദിവസങ്ങൾ ഒടുവിലാണ് ദൈവം മഹത്വം വെളിപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട്, കർത്താവേ എൻ്റെ മഹത്വപ്പെടുത്താമെന്നല്ല, കർത്താവേ ഈശോ പ്രാർത്ഥന നിൻ്റെ നാമത്തെ, ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്ത് സംഭവിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കാവും. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. സ്വർഗസ്ഥനായ പിതാവിനേക്കാൾ പവർഫുള്ളാണത്. എന്താണ്? പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അത് അതാത് ദിവസത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്പോണ്ടിങ് ആണ്. എന്താണ് വായിച്ചത്? യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ